മനസ്സിലായി പറഞ്ഞു. ഇന്നലെ ഗംഭീര കളിയല്ലേ, 45 വയസ്സിൽ നിന്നും നാഷണൽ പ്ലേയേഴ്സിന് പോകുന്നു. ഞാൻ കളിച്ചില്ല. കാരണം ഞാൻ കളിച്ചാൽ ആൾക്കാരൊക്കെ വിചാരിക്കില്ലേ എനിക്ക് 19 വയസ്സായിരുന്നു. അതുകൊണ്ട് ഈ എലിജിബിളായിട്ടുള്ള കളികളൊന്നും ഞാൻ പങ്കെടുക്കാറില്ല. പിന്നെ എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, നമുക്ക് പിന്നെ സംസാരിക്കാം. അല്ല, നമ്മുടെ ആൾക്കാരും കാണാനില്ല. ഇതൊരു കുഴപ്പം. ഒരു കാര്യം പറഞ്ഞാൽ ആരും നേരത്തിന് എത്തില്ല. പിന്നെ എങ്ങനെയാണ് ഒരു ജനം കൂടി വിളിച്ചാൽ പോലും ഇത് തന്നെയാണ് അവസ്ഥ. ഈ രീതിയിൽ നമ്മൾ എങ്ങനെയും സംഘടന മുന്നോട്ട് കഷ്ടം. ഒരു കൃത്യനിഷ്ഠിക്ക ഒരു ഗജാജി മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവന് എന്തൊന്നില്ലാതെ തെക്കണം. അല്ലാത്ത ദിവസം ഒരു പണി കണ്ട് അവൻ അടുത്ത പറഞ്ഞിട്ടുണ്ടാവും. അവന്റെ കാര്യം പറയാണ്ടിരിക്കുന്നത് നല്ലത്. പറഞ്ഞ് നാവെടുത്തില്ല, ഗജാഞ്ചി എത്തി. ഇത് നമ്മുടെ സ്പോൺസർമാരെ ചാക്കിലാക്കാനുള്ള ലിസ്റ്റ്. സ്പോൺസർമാരിലടങ്ങിയ പരിപാടി നോക്കണ്ട. അമ്മച്ചിക്കാണെങ്കിൽ പൈസ കൂടി. അതെയോ? നോക്കട്ടെ. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, സ്പോൺസർമാരെ ചാക്കിലാക്കുന്ന ലിസ്റ്റാണ്. അത് നിങ്ങൾ നോക്കിയാൽ എങ്ങനെ കാണാം. എല്ലാവരും എത്തിയില്ലേ? നമസ്കാരം, തുടങ്ങാല്ലേ? സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ സംഘടനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടിയിലേക്ക് വരുന്ന കലാപരിപാടികൾ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ്. കലാപരിപാടികൾക്ക് വേണ്ടി കഥ പറയാനായി ഇവിടെ കുറച്ചുപേരെ എത്തിയിട്ടുണ്ട്. അവരുടെ കഥ കേട്ട് ഉചിതമായ കഥ നമുക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് ഓരോരുത്തരായി ഇങ്ങോട്ട് വിളിക്കാം, അല്ലേ? വിളിച്ചോ. പിന്നെ ഒരു കാര്യം, നമുക്ക് അധികം ചെലവുള്ള പരിപാടികളൊന്നും വേണ്ടോ. നമ്മുടെ അതിനുള്ള പണ്ടുണ്ടാവില്ല. പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാണ് പൂക്കളും പുഴകളും ലഹരിയും ഭൂമി സുന്ദരം. അമ്മജാക്ഷനല്ലേ? കഥ പറയാമെന്നല്ലേ? എന്നാൽ ഞാൻ കഥ പറയട്ടെ. കഥയുടെ പേര് ചിറകൊടിഞ്ഞ കിനാവുകൾ. ഒരു വിറക് വെട്ടുകാരൻ, അയാൾക്ക് ഒരേ ഒരു മകൾ സുമതി, 19 വയസ്സ്. ഇവൾ സ്ഥലത്തെ ഒരു തയ്യൽക്കാരനുമായി പ്രണയത്തിലാണ്. ഈ തയ്യൽക്കാരൻ ഒരു മിടുക്കനും സുന്ദരനുമാണ്. എല്ലാറ്റിലും ഉപരി ഈ തയ്യൽക്കാരൻ ഒരു നോവലിസ്റ്റുമാണ്. പക്ഷെ വിറക് വെട്ടുകാരന് തന്റെ മകളെ ഒരു വലിയ പണക്കാരനായ ഗൾഫുകാരനെ കൊണ്ട് കെട്ടിക്കാനാണ് താല്പര്യം. അതെങ്ങനെ നടക്കും? അത് താഴെ നടന്നു. ഇക്കാര്യം സുമതി തയ്യൽക്കാരനെ അറിയിക്കുന്നു. തയ്യൽക്കാരൻ ഗൾഫിൽ പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ വിസ അത് കിട്ടുന്നില്ല. എത്ര വിസ കിട്ടും? ഇത് കഥയാണ്. അങ്ങനെ നിവൃത്തിയില്ലാതെ തയ്യൽക്കാരൻ നോവൽ എഴുതാൻ തുടങ്ങുകയാണ്. അത്ഭുതം എന്ന് പറയട്ടെ, ഏറ്റവും നല്ല നോവലിനുള്ള സർക്കാർ അവാർഡ് അതിന് കിട്ടുകയാണ്. 10 ലക്ഷം രൂപ. ഞാൻ വരുമ്പോൾ 1 ലക്ഷം രൂപയിലുള്ള രക്ഷ. ഇത് കഥയല്ലേ ആശാനെ? ശരി, 1 ലക്ഷത്തിന്റെ അവാർഡാക്കാം. ഈ 1 ലക്ഷം കൊണ്ട് തയ്യൽക്കാരൻ ഒരു ഗംഭീര ബംഗ്ലാവ് പണിയുകയാണ്. 1 ലക്ഷം രൂപ കൊണ്ട് ഒരു പശുത്തോട്ട് പണിയാം. ഇതാണ് ചെലവിന്റെ കിഞ്ഞാവും. തനിക്ക് തന്റെ പ്രാണപ്രേയസിയോടൊത്ത് താമസിക്കാനാണ് തയ്യൽക്കാരൻ ബംഗ്ലാവ് പണിയുന്നത്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, വിറക് വെട്ടുകാരൻ തന്റെ മകൾക്ക് ഒരു ഗൾഫ് ഭർത്താവിനെ ഏർപ്പെടാം. സുമതി പറഞ്ഞു. തയ്യൽക്കാരൻ ആ കല്യാണം പൊളിക്കാൻ ശ്രമിക്കുന്നു, സാധിക്കുന്നില്ല. ഒടുവിൽ ബംഗ്ലാവിന്റെ പാലുകാച്ചൽ ദിനം വരികയാണ്. അന്ന് തന്നെയാണ് സുമതിയും ഗർഭകാരനുമായ വിവാഹം. അവിടെ കല്യാണ വാദ്യഘോഷങ്ങൾ, ഇവിടെ പാലുകാച്ചൽ.
പാലുകാച്ചൽ കല്യാണം, കല്യാണം പാലുകാച്ചൽ, കല്യാണം പാലുകാച്ചൽ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് കാണിക്കണം. അവിടെ സുമതിയുടെ കഴുത്തിൽ താലി വീഴുന്ന സമയത്ത് ഇവിടെ കാച്ചിയ പാലിൽ വിഷം കലക്കി കുടിച്ച് തയ്യൽക്കാരൻ പിടയുകയാണ്. പക്ഷെ താലി കെട്ടുന്നില്ല. സുമതി ഓടി, തയ്യൽക്കാരൻ മരിച്ചില്ല, ആശുപത്രിയിലായി. ഡോക്ടർമാർ ഓപ്പറേഷൻ, ഓപ്പറേഷൻ, ഡോക്ടർമാർ ഓപ്പറേഷൻ, ഓപ്പറേഷൻ, ഡോക്ടർമാർ. ആശുപത്രിയിൽ വെച്ച് അവർ ഒന്നിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല. കുറെ കഴിയുമ്പോൾ എല്ലാരെയും പോലെ അവർ മരിക്കും. എന്നിട്ട് കുഴിച്ചിടും. എന്താ അമ്പജാക്ഷ, ഞങ്ങൾ എല്ലാ കഥകളും കേട്ടിട്ട് വിവരറിയില്ല. അമ്പജാക്ഷം പോയിക്കോ. ഇത് കൊള്ളാം, നല്ല കഥ. കേൾക്കുമ്പോ തന്നെ ഒരു ത്രില്ലൊക്കെ തോന്നുന്നുണ്ട്. അതെ അതെ. ഇത് പറ്റില്ലട്ടാ, കഥ തീരെ പോരാ. അതെന്ത് നിനക്ക് പിടിച്ചില്ലേ? ഈ കഥയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു പ്രശ്നമില്ലേ. എന്ത് പ്രശ്നം? എന്താ പ്രശ്നം എന്നാ, അയാൾ ആ പാലിൽ കളിക്കണ വിഷമില്ലേ, അത് വാങ്ങിക്കാൻ പോലും നമ്മളിൽ കാശില്ല. പിന്നെ എന്ത് വേണ്ട, അടുത്താളെ വിളിക്ക്. എങ്കിൽ ഞാനൊരു കഥ പറയാം. പിന്നെ അതെ, അത് വേണോ? ആ പറഞ്ഞോ, കേൾക്കട്ടെ. ചാരയില്ലാത്ത പരിപാടിയാണെങ്കിൽ നമുക്കത് മതിയല്ലോ. നവാസ്ക് പറ. ഒരു അമ്മായിമ്മ, അമ്മായിശ, ഒരു മരുമോള്, കുരുത്തം കെട്ട ഒരു മോൻ, സന്തുഷ്ടമായ കുടുംബം. അല്ല, ഇതൊരുമാതിരി സീരിയൽ കഥ പോലെ ആവോ? ഒരു ദിവസം അവരെ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വന്നിട്ടു. ക്ഷണിക്കപ്പെടാത്ത അതിഥി ഇതേ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എല്ലാ കഥയിലും ക്ഷണിക്കപ്പെടാത്ത അതുപോലെ കഥ. നീ ഈ കഥ മുഴുവൻ കേൾക്കും. ചുമ്മാ ഇതിന്റെ ഫ്ലോ തെറ്റില്ല. അന്ന് വൈകുന്നേരം അമ്മായച്ചൻ വിഷം ചേർത്ത് ചായ കൊടുക്കും. ചായ കുടിച്ച ഉടനെ നിരത്ത് വീണ് അമ്മായച്ചൻ മരണത്തോട് മല്ലടിക്കും. ഇത് കണ്ട വരുമ്പോൾ ബാക്കി വിഷം എടുക്കും. കഥയുടെ പേരെന്താണ്? കുഞ്ഞാറ്റക്കിളികളുടെ സ്നേഹചുംബനം. ആ അതെ, ഇത്ര നീളം കൂടി പേരൊക്കെ വേണം എന്റെ ചേട്ടൻ. എന്നാ പിന്നെ ഒരു മാടപ്രാവിന്റെ കഥ എന്നിട്ടാലോ? ഇതിന് എന്ത് പേരിട്ടും ഒരു കാര്യമില്ല. ഈ കഥ പറ്റില്ല. ഈ കഥയ്ക്ക് എന്താ കുഴപ്പം? കഥയിലെ അമ്മായി വരുന്ന കോസ്റ്റ്യൂംസ് ഇല്ലേ, അതാറ് സ്പോൺസർ ചെയ്യുക. ആ അത് ശരിയാണ്. പിന്നെ ഈ കഥ വിട്ടേക്ക്. അടുത്ത കഥ പറയാൻ വേറെ ആൾ കൂടി വന്നിട്ടുണ്ട്. വിളിക്കട്ടെ? സാജിദേട്ടാ, നിങ്ങൾ വിളിക്കി. ഇതാ ഒരു നീണ്ട കഥ, നീണ്ട 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 കഥ. പിടിച്ചോ. എന്ത്? ഒരു നീണ്ട കഥ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ ബൈ ഓപ്പി വളസാപ്പിയോ, തിരിച്ചിട്ടാൽ മറിച്ചിട്ടാൽ വളസ. ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾ കരയും, ആണുങ്ങൾക്ക് കളിമരും, കുട്ടികൾ ചിരിക്കും, സിനിമാക്കാർ വായിക്കും, കാശി തന്നെ വാങ്ങിക്കും. എന്താ ഇതിന്റെ കഥ? ഒരച്ഛൻ, ഒരമ്മ, രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ, ഒരു കൊച്ചു കുടുംബം, സംതൃപ്തമായ കുടുംബം. രാത്രി 12 മണി, നിശ്ചലമായ നിശ, എങ്ങും കനത്ത നിശബ്ദത. അയ്യോ, സാറിനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ്. കുട്ടികൾ കണ്ടു ഓടി, അച്ഛനൊന്നും മരിച്ചു. ഓട്ടത്തിനിടയിൽ അവർ വേർപിരിയുന്നു. ഓട്ടത്തിനിടയിൽ അവർ കാറ്റിൽ വലുതാവുന്നു. വില്ലനെ കണ്ടുമുട്ടുന്നു, പ്രതികാരം നിൽക്കുന്നു. ചേട്ടനും അനിയനും ഒന്നിക്കുന്നു. ഒരാളുടെ കാമുകുട്ടി വേണമെങ്കിൽ ക്യാൻസറോ സ്വല്പ കിഡ്നി കറോ ആകാം. അതിന് സൈഡ് ട്രാക്ഷൻ വേറെ ചേർത്തിട്ടുണ്ട്.
നിന്റെ തലയ്ക്ക് വല്ല പ്രാന്തുണ്ടാവും. ഇല്ല, പിന്നെ എന്തുട്ടാ ഇതിലേക്ക് അർത്ഥം? താൻ ആധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് സ്വപ്പ കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതിയതാണ്. എടുത്തോട്ട് പോടോ അവന്റെ ഒരു ബോംബ് കഥ. ഈ കഥയ്ക്ക് എന്താ കുഴപ്പം? നീ മറ്റുള്ളവരെ പോലെ പെർഫെക്ഷനിസ്റ്റ് ആവാൻ നോക്കണ്ട. ഇതിലെന്താ പ്രശ്നം വെച്ചാല് വേടി പോക്കി പോകുമ്പോ എല്ലാം ഉണ്ട്, പക്ഷെ അതിനുള്ള ഫണ്ട് നമ്മുടെ ഉണ്ടാവില്ല. പിന്നെ എന്താ ചെയ്യത്? ഒരു പണിയുണ്ട്. നാട്ടിൽ നിന്ന് നമ്മുടെ ഷക്കീർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ശേഖരാട്ടനും ഉണ്ട്. അവരെ വിളിച്ചിട്ട് നമുക്ക് ഒരു പരിപാടി തട്ടിവിടാൻ പറഞ്ഞാലോ? അതാവുമ്പോ കാശിച്ചൊന്നും ഉണ്ടാവില്ല. ആ അത് തന്നെ, വേണമെങ്കിൽ നമ്മുടെ ഷാഫിന് സുഭാഷിനൊക്കെ വിളിക്കാം. അല്ല, അവരോട് എന്ത് പരിപാടി വന്നിട്ടില്ല പറയാ. അതിന് ടെൻഷൻ വേണ്ട, അവരോട് മറ്റേത് ഇടാൻ പറയാം. ഏത് മറ്റേതോ? മറ്റേത് ദേ ഇത്. അതവരുടെ സ്വന്തം പരിപാടിയല്ലേ? അതെ, ഇതാവുമ്പോ ചെലവില്ല, പരിപാടി കളറാവും ചെയ്യും. അപ്പൊ കൊടുക്കായി നമുക്ക് തുറപ്പിക്കാം. നാട്ടു സൗഹൃദങ്ങളുടെ സംഗമ വേദിയാണ് ഇത്തരം നാട്ടുകൂട്ടായ്മ. നാട്ടുകാരായ മുഴുവൻ പ്രവാസികളെയും കണ്ടെത്തി അവരെ ഒരു കുടക്കീഴിൽ അണിനിരത്തുക എന്ന വലിയ ഉത്തരവാദിത്വമുള്ളവരാണ് ഓരോ കൂട്ടായ്മയുടെയും ഭാരവാഹികൾ. അവരുടെ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് നാടിനെ സ്നേഹിക്കുന്ന, നാട്ടിൻപുറങ്ങളെ സ്നേഹിക്കുന്ന, നാട്ടു നന്മയെ സ്നേഹിക്കുന്ന നമ്മുടെ കടമയാണ്. ചെയ്തു തീർക്കാൻ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. മുന്നിൽ നിന്ന് നയിക്കുന്നവർക്ക് ശക്തി പകർന്ന് നമ്മൾ കൂടെയുണ്ടാകണം.